ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ എല്ലാവരും ആ ന്യൂസ് കണ്ടോ? യൂട്യൂബിൻ്റെ പുതിയ പോളിസി കണ്ടൻറ് ഉണ്ടാക്കുന്നവരുടെ കഥ കഴിഞ്ഞു, റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നവരുടെ ചാനൽ പൊട്ടിച്ചു, യൂട്യൂബ് എല്ലാവർക്കും പണി തരാൻ പോകുന്നു. പൊന്നും നാട്ടിൽ മൊത്തം ഇപ്പോൾ ഈ ഒരു സംസാരമാണ്. എൻ്റെ ഇൻബോക്സിൽ നിറയെ മെസ്സേജുകളാണ്, ചേട്ടാ പണി പാളിയോ, ഇനി വീഡിയോ ഇട്ടിട്ട് കാര്യമുണ്ടോ, ഇങ്ങനെയൊക്കെ ചോദിച്ചിട്ട്. സത്യം പറഞ്ഞാൽ ഈ വാർത്ത കേട്ട് പേടിച്ച് വീഡിയോ ഇടുന്നത് നിർത്താൻ പോയ കുറേ പേരുണ്ട്. അപ്പോൾ ഒരു മിനിറ്റ് ഒന്ന് ശ്വാസം നേരെ ഇട്ടോളൂ, ടെൻഷൻ അടിക്കാതെ നമുക്ക് ഈ സംഭവത്തിൻ്റെ ഉള്ളൊന്ന് കീറി മുറിച്ചൊന്ന് പരിശോധിക്കുക എത്രത്തോളം സത്യമുണ്ടെന്ന്. ഓക്കെ, അപ്പോൾ ആദ്യം നമുക്ക് AI മച്ചന്മാരുടെ കാര്യം എടുക്കുക. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് വാർത്ത എന്താ? AI വെച്ച് വീഡിയോ ഉണ്ടാക്കി അതിന് മോണിറ്റൈസേഷൻ കിട്ടത്തില്ല. സത്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ യൂട്യൂബ് പറഞ്ഞത് ഒരിക്കലും അങ്ങനെയല്ല. യൂട്യൂബിന് AIയുടെ ഒരു ദേഷ്യമില്ല. പക്ഷേ ചില തട്ടിക്കൂട്ട് AI വിദ്വാന്മാരോട് ചെറിയൊരു കലിപ്പുണ്ട്. എന്ന് വെച്ചെന്നാൽ നിങ്ങൾക്ക് അറിയാമല്ലോ, അതായത് സ്വന്തമായിട്ട് ഒരു എഫേർട്ടും ഇല്ലാതെ ഗൂഗിളിൽ നിന്ന് 4 വരി കോപ്പി ചെയ്ത് റോബോട്ടിൻ്റെ ശബ്ദത്തിൽ അത് വായിപ്പിച്ച് എവിടെ നിന്നൊക്കെയോ കിട്ടിയ കുറേ ഫോട്ടോസും വെച്ച് ഒരു വീഡിയോ ഉണ്ടാക്കി അപ്ലോഡ് ചെയ്തിട്ട് പറയും ഞാനൊരു കണ്ടൻറ് ക്രിയേറ്ററാണെന്ന്. അങ്ങനത്തെ കുഴിമടിയന്മാരുടെ വീഡിയോകൾക്കാണ് യൂട്യൂബ് പണിയെടുക്കാൻ പോകുന്നത്. അല്ലാതെ നിങ്ങൾ ക്രിയേറ്റീവായി AI ഉപയോഗിക്കുന്നതിനോ അതിൻ്റെ അകത്തൂടെ അടിപൊളി സ്ക്രിപ്റ്റ് എഴുതുന്നതിനോ അതിനെ ചേർത്ത് വിഷ്വൽസ് ഉണ്ടാക്കുന്നതിനോ അതിന് AIയുടെ സഹായം തേടുന്നതിനോ അല്ലെങ്കിൽ അത്തരം വീഡിയോസ് അവിടെ പബ്ലിഷ് ചെയ്യുന്നതിനോ ഒന്നും യാതൊരു പ്രശ്നമില്ല. യൂട്യൂബിന് വേണ്ടത് ക്വാളിറ്റിയാണ്. നിങ്ങളുടെ തലച്ചോറ് അതിൻ്റെ അകത്ത് പ്രവർത്തിക്കണം. അല്ലാതെ വെറുതെ ഒരു സ്വിച്ച് ഞെക്കി ഒരു ബട്ടൺ ഞെക്കി ഉണ്ടാക്കുന്ന വീഡിയോ അവിടെ വേവത്തില്ല. അതാണ് സംഭവം. പിന്നെ ചെറിയൊരു നിബന്ധന കൂടെ ഉണ്ട്. വീഡിയോ കാണുന്ന ആൾ അത് ഒരാളുടെ ഇതാണെങ്കിൽ, മീൻസ് ഒരാളെ വെച്ചിട്ടുള്ള ഒരു വീഡിയോ ആണ് ചെയ്തേക്കുന്നതെങ്കിൽ അത് സംസാരിക്കുന്നതൊക്കെ AIയിൽ ഉണ്ടെങ്കിൽ അത്തരം കാര്യങ്ങളൊക്കെ അത് AI വെച്ച് ചെയ്തതാണ് കേട്ടോ എന്ന് ഉറപ്പായിട്ടും അത് പ്രേക്ഷകരോട് പറയണം. ഒരു ലേബൽ കൊടുത്താൽ മതി. അല്ലാതെ അതൊരു സത്യസന്ധമായ ഒരു കാര്യമാണ് അവർ ആവശ്യപ്പെടുന്നത്. പിന്നെ അടുത്തൊരു വിഷയത്തിലോട്ട് വരുമ്പോഴത്തേക്കും ശരിക്കും പറഞ്ഞാൽ റിയാക്ഷൻ വീഡിയോ ആണ്. ഇന്നിപ്പോൾ ഏറ്റവും കൂടുതൽ ആളുകൾ ചെയ്യുന്ന റിയാക്ഷൻ വീഡിയോ ആണ്. ഇത് കേട്ട പല റിയാക്ഷൻ വീഡിയോ ചാനലുകാരുടെയും റിയാക്ഷൻ കാണാൻ നല്ല രസമായിരുന്നല്ലേ. സത്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ വന്നേക്കുന്നൊരു നിയമമല്ലിത്. പണ്ടേ ഉള്ള നിയമമാണ്. യൂട്യൂബിൻ്റെ പോളിസിയിൽ പണ്ടേ ഉള്ളതാണ്. അവരത് ഒന്നുകൂടി ഓർമ്മിപ്പിച്ചെന്നേ ഉള്ളൂ. അതായത് എന്താ പറയുക, ഇപ്പം ഞാനൊരു വീഡിയോ എടുക്കുന്നു, എന്നിട്ട് മറ്റൊരാളുടെ കോമഡി വീഡിയോ ഫുൾ സ്ക്രീനിൽ പ്ലേ ചെയ്യുന്നു, എന്നിട്ട് ഞാനൊരു മൂലയ്ക്ക് ഇങ്ങനെ ഒരു ഭാവ വ്യത്യാസം ഇല്ലാതെ ഇങ്ങനെ ഉറ്റുനോക്കിയിരിക്കുന്നു. ഇങ്ങനെ നോക്കിയിരുന്നാൽ യൂട്യൂബ് കാശ് തരത്തില്ല. അതിനെയാണ് റീയൂസർ കണ്ടൻറ് എന്ന് പറയുന്നത്. മറ്റൊരാളുടെ കണ്ടൻറ് എടുത്ത് സ്വന്തമായി യാതൊന്നും ചേർക്കാതെ കാണിക്കുന്നതിനെയാണ്. പക്ഷെ നിങ്ങൾ ആ കോമഡി കണ്ട് പൊട്ടിച്ചിരിക്കുന്നു, അതിലെ തമാശകളെക്കുറിച്ച് സംസാരിക്കുന്നു, ഈ ഡയലോഗ് കലക്കി എന്നൊക്കെ പറഞ്ഞ് നിങ്ങളുടെ അഭിപ്രായം ചേർക്കുന്നു. അപ്പോൾ അത് നിങ്ങളുടേതായ ഒരു പുതിയ കണ്ടൻറ്റായി മാറും. അതിനൊരു കുഴപ്പമില്ല, മോണിറ്റൈസേഷനും കിട്ടും. അതായത് നിങ്ങൾ ആ വീഡിയോയിൽ ഒരു മൂല്യം നൽകണം. നിങ്ങളുടെ ചിരി, നിങ്ങളുടെ വർത്തമാനം, വിമർശനം, നിങ്ങളുടെ വിശകലനം, ഇതൊക്കെയാണ് റിയാക്ഷൻ വീഡിയോയുടെ ജീവൻ. അല്ലാതെ വെറുതെ മറ്റൊരാളുടെ വീഡിയോയ്ക്ക് കാഴ്ചക്കാരനായിട്ട് പൈസ വാങ്ങാൻ പറ്റത്തില്ല. അത്രേ അവർ പറയുന്നുള്ളൂ. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ എന്താ, പേടിക്കാനൊന്നുമില്ല മക്കളെ. AI വീഡിയോ ചെയ്യുന്നവരാണെങ്കിൽ കുറച്ച് ക്രിയേറ്റിവിറ്റി ഉപയോഗിക്കുക, മടി പിടിച്ചിരിക്കേണ്ട. റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നവരാണെങ്കിൽ സ്വന്തം അഭിപ്രായവും തലയും ഒക്കെ അതിൻ്റെ അകത്ത് ചേർത്തിട്ട് യൂട്യൂബ് പറയുന്നത് ഇത്രയേ ഉള്ളൂ: നിലവാരമുള്ള സത്യസന്ധമായ കണ്ടൻറ് ഉണ്ടാക്കും, ഞങ്ങൾ നിങ്ങളുടെ കൂടെ ഉണ്ടെന്നാണ്. അല്ലാതെ സോഷ്യൽ മീഡിയ കാണുന്ന തലക്കെട്ടുകൾ കണ്ട്